എന്നാൽ നമുക്കങ്ങ് ഇറങ്ങിയാലോ? ആയിക്കോട്ടെ. നേരത്തെ എന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല, എങ്കിലും അങ്ങ് പോയേക്കാം. പിന്നെ ചേട്ടൻ ഈ കഥകളിയൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? എനിക്ക് പണ്ട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ കണ്ടൊരു ഇൻട്രസ്റ്റ് ഒക്കെ അതവിടെ ഇരുന്ന് പോയാൽ. പണ്ട് വീട്ടുകാരുടെ കൂടെ വരുമ്പോഴേ ഇതേ ആനക്കൂട്ടിലോട്ടൊരു ഒറ്റ ഓട്ടമാണ്. ആനക്കൂട്ടിലല്ലടാ, ആനക്കൊട്ടിൽ. പണ്ട് അവിടെ ഉണ്ടായിരുന്നു, ഇതിപ്പോൾ ഇങ്ങോട്ട് മാറ്റുക. രണ്ടാണല്ലോ ആനയെ കിട്ടുന്ന സ്ഥലം തന്നെ. നമ്മൾ ഈ കണ്ട പരിപാടിയൊക്കെ നേരത്തെ ഇവിടെ നടന്നുകൊണ്ടിരുന്നു. ദാസേട്ടൻ്റെ പരിപാടി, ശോഭയുടെ പരിപാടി, എന്തൊക്കെ പരിപാടി അറിയാം. ഒരു പ്രത്യേക സുഖ. എല്ലാത്തിൻ്റെ ഫ്രണ്ട് ഞാൻ കാണും. അതൊക്കെ ഒരു കാലമായിരുന്നു. ഓ, അതൊക്കെ ഒരു കാലം. പണ്ട് ഈ വഴി മൊത്തം ലൈറ്റ് ഉണ്ടായിരുന്നു ചേട്ടേ? ഓ, ഇവിടെ പണ്ടൊന്നും ഇത്ര ലൈറ്റൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴല്ലേ ലൈറ്റൊക്കെ ആയത്. അത് ശരിയാ, ലൈറ്റായി, ഡെക്കറേഷനായി ചേട്ടാ. പിന്നെ മെയിനായിട്ടേ CCTV ആയി. അതുകൊണ്ട് തന്നെ കുറെ മോഷണവും പിടിച്ചോറിയും അതൊക്കെ അങ്ങ് മാർക്കിട്ടി. എൻ്റെ എത്ര ചെരുപ്പ് ഇവിടുന്ന് കാണാൻ പോയിട്ടുണ്ടെന്ന് അറിയോ? അതുകൊണ്ട് ഞാൻ ചെരുപ്പിടാതൊക്കെ വരുമായിരുന്നു പണ്ട്. അതൊക്കെ നിന്റെ കാലത്ത്. ഞങ്ങളൊക്കെ അമ്പലത്തിൽ വരുമ്പോൾ ചെരുപ്പിട്ടാ ഞാൻ വരും. ഒരു ചെരുപ്പാണെങ്കിൽ അപ്പുറത്ത് മാറ്റി വെക്കും, മറിച്ചിടും, നൈസായിട്ട് വെക്കും. ഒരു ചെരുപ്പ് പുത്തിൻ്റെ അകത്ത് കയറ്റി വെക്കും. എന്തൊക്കെ പരിപാടിയുണ്ടോ ഞങ്ങളെ കാലത്ത്. അല്ല, നിന്റെ ചെരുപ്പ് അപ്പുറമല്ലേ? എണീറ്റ് ആ വാ. എൻ്റെ ചെരുപ്പോടുണ്ട്. ഞാനൊന്ന് പേടിച്ചു. വീട്ടിൽ നിന്ന് കിട്ടിയ പുത്തൻ ചെരുപ്പാണേ, പോയാൽ വീട്ടിൽ കയറ്റത്തില്ല. ഇവനൊക്കെ എന്നെ കാണിക്കുന്നു. അയ്യപ്പാ. ചേട്ടാ ചെരുപ്പിടുന്നില്ലേ? ഞാനങ്ങനെ വല്ലവരും ചെരുപ്പൊന്നും ഇടത്തില്ല, ചുമ്മാ ഇങ്ങനെ കൈ പിടിക്കും. അതാ നമ്മുടെ സ്വഭാവം. എന്നിട്ട് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും. വല്ലവരും ചെരുപ്പാ അടിച്ചു മാറ്റാണോ? ഞാൻ നേരത്തെ പറഞ്ഞ ദാസന്റെ പരിപാടിയില്ലേ, പുള്ളി വരെ ചെരുപ്പില്ല വീട്ടിൽ പോയത്. നമ്മളോടാ ജഗദീശന്റെ അനുഭവത്താല് എന്റെ ചെരുപ്പ് പോയേ എന്ന് പറഞ്ഞാണ് ദാസേട്ടൻ വീട്ടിൽ കൂടെ കിടക്കുന്നത്. ഇതിപ്പോ 4ാമത്തെ ഉത്സവം. 10ാമത്തെ ഉത്സവത്തിന് ഒരു 10 ജോഡി ചെരുപ്പ് എന്റെ വീട്ടിൽ കിട്ടും.